അപ്പുവും മിന്നുവുമാണല്ലോ ആ ഇരിക്കുന്നത്. അവരെന്തോ കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പു, മിന്നു, രണ്ടുപേരും മൊബൈൽ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? ഞങ്ങൾ അങ്ങനെ എപ്പോഴും മൊബൈൽ ഫോണിൽ കളിക്കാറില്ല അങ്കിൾ. അങ്കിൾ, ആ വെള്ളച്ചാട്ടം കണ്ടോ? ഓ, അത് നമ്മൾ എപ്പോഴും കാണുന്ന വെള്ളച്ചാട്ടമല്ലേ. എന്തൊരു ഭംഗിയാണല്ലേ കണ്ടിരിക്കാൻ. അതെ അങ്കിൾ, ഞങ്ങൾ ആ വെള്ളച്ചാട്ടത്തിന്റെ ചിത്രം വരയ്ക്കുകയാ. വെള്ളത്തിന്റെ വളരെ ഭംഗിയുള്ള ഒരു രൂപമാണ് വെള്ളച്ചാട്ടം അല്ലേ? അതെ അങ്കിൾ, എത്ര കണ്ടാലും മതി വരില്ല, നോക്കിയിരുന്നു പോകും. വേറെ ഏതെല്ലാം രൂപത്തിൽ നിങ്ങൾ വെള്ളത്തെ കണ്ടിട്ടുണ്ട്? അത് പിന്നെ മഴ, പുഴ, അരുവി, കടൽ. അതെ, വെള്ളം എന്നാൽ ഒരു അത്ഭുത വസ്തുവാണ്. ജീവന്റെ നിലനിൽപ്പിന് തന്നെ ആധാരമാണ് വെള്ളം. ഭൂമിയിൽ കൂടുതലും വെള്ളമല്ലേ അങ്കിൾ? അതെ മക്കളെ, ഭൂമിയുടെ 70% ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. മനുഷ്യ ശരീരത്തിൽ എത്ര ശതമാനം ജലമുണ്ടെങ്കിലേ? മനുഷ്യ ശരീരത്തിന്റെ 2/3 ജലമാണ്. ജലം ഏതൊക്കെ അവസ്ഥകളിലാണുള്ളത് എന്നറിയാമോ? അറിയാം അങ്കിൾ. ഖരം, ദ്രാവകം, വാതകം. ജലത്തിന്റെ രാസനാമം എന്താ അപ്പു പറഞ്ഞേ? അത് H2O. വെരി ഗുഡ്. എന്നാൽ അങ്കിൾ പോട്ടെ മക്കളെ, ഇത്തിരി തിരക്കുണ്ട്. ശരി അങ്കിൾ. പിന്നെ ചിത്രം ഭംഗിയായി വരച്ച് പൂർത്തിയാക്കി അങ്കിളിനെ കാണിക്കണേ. തീർച്ചയായും ഞങ്ങൾ കാണിക്കാം അങ്കിൾ.